നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിപണിയിൽ ഇന്ന് കാളകളുടെ തേരോട്ടമായിരുന്നു. സെൻസെക്സ് 485 പോയിന്റുകൾ ഉയർന്ന് മികച്ച നേട്ടമുണ്ടാക്കി. എന്നാൽ ഇന്നത്തെ യഥാർത്ഥ ഹീറോ SBI ആണ്. അവരുടെ ലാഭക്കണക്കുകൾ വിപണിയെ ഞെട്ടിച്ചു. മറുവശത്ത് ടാറ്റ മോട്ടോഴ്സിന് വലിയൊരു തിരിച്ചടി നേരിട്ടു. അവർ മൂന്നാം പാദത്തിൽ നഷ്ടത്തിലാണ്. ഇതിനിടയിൽ ക്രിക്കറ്റ് പ്രേമികളെയും നിക്ഷേപകരെയും ഒരേപോലെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവന്നിട്ടുണ്ട്. നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വാങ്ങാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമകൾ $1.8 ബില്യൺ വന്നിരിക്കുന്നു. കൂടാതെ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിനു പിന്നിൽ ചൈനയാണെന്ന അമേരിക്കയുടെ ആരോപണവും IDBI ബാങ്ക് ലേലത്തിൽ നിന്ന് കൊട്ടക് മഹേന്ദ്ര ബാങ്ക് പിന്മാറിയതും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം. സെൻസെക്സ് 485 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 25,867 ക്ലോസ് ചെയ്തു. പൊതുമേഖലാ ബാങ്കുകളിലെ റാലിയാണ് വിപണിയെ മുന്നോട്ട് നയിച്ചത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് ലാർജ് ക്യാപ്പുകളേക്കാൾ മികച്ച പ്രകടനം നടത്തി. ഇതിനു പിന്നിൽ ശക്തമായ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഫെബ്രുവരി മാസത്തിൽ വിദേശ നിക്ഷേപകർ തിരികെ വന്നിരിക്കുന്നു. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ബലത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ 8,100 കോടി രൂപയാണ് അവർ ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത്. രണ്ടാമത്തേത് ഒരു ചരിത്രപരമായ കാര്യമാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആദ്യമായി ആഭ്യന്തര നിക്ഷേപകർ, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും വിദേശ നിക്ഷേപകരെ മറികടന്നിരിക്കുകയാണ്. വിദേശികൾ വിറ്റാലും ഇന്ത്യൻ വിപണി തകരില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കൂടാതെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $720 ബില്യൺ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. ഇനി കോർപ്പറേറ്റ് റിസൾട്ടുകൾ നോക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മൂന്നാം പാദത്തിൽ അവരുടെ ലാഭം 24.5% വർദ്ധിച്ച് 21,028 കോടി രൂപയായി. കിട്ടാക്കടം ഗണ്യമായി കുറഞ്ഞതാണ് അവർക്ക് ഗുണമായത്. SBI ഓഹരികൾ കൈവശമുള്ളവർക്ക് ഇത് ആഘോഷിക്കാനുള്ള വകയാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിന്റെ റിസൾട്ട് അത്ര നല്ലതല്ല. പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിൽ അവർ 3,486 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി. ജാഗ്വാർ ലാൻഡ് റോവറിലുണ്ടായ സൈബർ ആക്രമണമാണ് വില്ലനായത്. ഇത് ഉൽപ്പാദനത്തെ ബാധിച്ചു. എന്നാൽ ടാറ്റയുടെ ഭാവി സുരക്ഷിതമാണ്. തമിഴ്നാട്ടിലെ റാണിപേട്ടയിൽ 9,000 കോടി രൂപ മുടക്കി പുതിയ JLR കാർ നിർമ്മാണ പ്ലാന്റ് അവർ ആരംഭിച്ചു. മറ്റൊരു പ്രധാന ബാങ്കിംഗ് വാർത്ത IDBI ബാങ്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു കൊട്ടക് മഹേന്ദ്ര ബാങ്ക് IDBIയെ വാങ്ങാൻ ബിഡ് ചെയ്തു എന്ന്. എന്നാൽ ഇന്ന് കൊട്ടക് ബാങ്ക് ഔദ്യോഗികമായി അത് നിഷേധിച്ചു. ലേല നടപടികളിൽ പങ്കെടുക്കുന്നില്ല എന്നവർ വ്യക്തമാക്കി. ഇനി ക്രിക്കറ്റ് ബിസിനസ്സിലെ ആ വലിയ വാർത്ത. IPL ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വാങ്ങാൻ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമകൾ ഗ്ലേസർ ഫാമിലി രംഗത്തെത്തി. $1.8 ബില്യൺ, അതായത് ഏകദേശം 15,000 കോടി രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വുമൻസ് പ്രീമിയർ ലീഗിലെ ഈ വർഷത്തെ വിജയമാണ് RCBയുടെ മൂല്യം കൂട്ടിയത്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മുംബൈ, കൊൽക്കത്ത ടീമുകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ലീഗിൽ ഒരു IPL ട്രോഫി മാത്രമുള്ള RCBക്ക് ഇത്രയും വലിയ തുക ലഭിക്കാൻ അർഹതയുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ എന്ന് താഴെ കമന്റ് ചെയ്യാമോ? റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ FMCG ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഗുഡ്നസ് ഗ്രൂപ്പിന്റെ 75% ഓഹരികൾ 6 കോടി രൂപയ്ക്ക് വാങ്ങി. ചെറിയ തുകയാണെങ്കിലും ഭാവിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ TCSന്റെ AI കുതിപ്പിന് ചുക്കാൻ പിടിക്കാൻ ചെയർമാൻ N ചന്ദ്രശേഖരൻ നേരിട്ട് ഇറങ്ങുകയാണ്. ഇത് TCSന് വലിയ ഗുണം ചെയ്യും. അവസാനമായി സ്വർണ്ണവിപണിയിലെ വിശേഷങ്ങൾ. ജാനുവരിയിൽ ഡിജിറ്റൽ ഗോൾഡ് വിൽപ്പന 4,000 കോടി രൂപ എന്ന റെക്കോർഡിലെത്തി. ആളുകൾ ഫിസിക്കൽ സ്വർണ്ണത്തേക്കാൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നു. എന്നാൽ ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ കളികൾ നടക്കുന്നുണ്ട്. സ്വർണ്ണവിലയിലെ ഈ വമ്പൻ ചാഞ്ചാട്ടത്തിന് പിന്നിൽ ചൈനയാണെന്ന് അമേരിക്കയുടെ ആരോപണമുണ്ട്. ഡോളറിനെ തകർക്കാൻ ചൈന വൻതോതിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അൺറൂളി ചൈനീസ് ട്രേഡിംഗ് എന്നാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചത്. ചുരുക്കത്തിൽ ബാങ്കിംഗ് ഓഹരികൾ വിപണിയെ താങ്ങി നിർത്തുന്നു. ടാറ്റ മോട്ടോഴ്സിലെ തിരുത്തൽ താൽക്കാലികമാകാം. സ്വർണ്ണവിലയിലെ യുദ്ധം ഇനിയും തുടരും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.